നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. വെറുതെ മറ്റുള്ളവർ കേൾക്കണ്ടല്ലോ. എന്താടോ, എന്ത് പറ്റി ഇത്രയും ശോഭിക്കാനായിട്ട്? എന്താണെങ്കിലും തനിക്ക് എന്നോട് തുറന്ന് സംസാരിക്കാലോ. കമോൺ മുരളി, എന്താ തന്റെ പ്രശ്നം? ബിബി, 10-25 കൊല്ലത്തെ ബന്ധവും നമ്മൾ തമ്മി അല്ലേ? ഒരാശുപത്രി വെച്ച് തമ്മി പരിചയപ്പെട്ട അന്ന് തുടങ്ങിയ ബന്ധം. അതിനുശേഷം ആ ബന്ധം വളർന്നു, നമ്മുടെ കുട്ടികളോടൊപ്പം തന്നെ. അതിനിടെ വിപിയുടെ മോള് സ്വയം ആൺകുട്ടിയാണെന്ന് പ്രഖ്യാപിക്കുന്നിടം വരെ നമ്മൾ ഒരു വീട് ഒരു മനസ്സുമായി കഴിഞ്ഞവരാ. അതൊക്കെ നിങ്ങളെല്ലാവരും പറഞ്ഞു എന്ന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പൊ എന്താ മുരളി പ്രശ്നം? വിപിയുടെ ആ ആണായി മാറിയ കുഞ്ഞു തന്നെയാ പ്രശ്നം. അപ്പു ആണായി മാറുന്നത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഞങ്ങളുടെ മാളും അവൾ അവിടെ മരണം വരെ ഒരു പെണ്ണായി തുടരണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. എന്താ മുരളി, എനിക്കിപ്പോഴും താൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ജോബിനുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്താൻ മാള് കോടതിയെ ബോധിപ്പിക്കാൻ പോകുന്ന കാരണം എന്താണെന്ന് അറിയണ്ടേ വിപിക്ക്? അപ്പു എന്ന ട്രാൻസ്മാനുമായിട്ടുള്ള സൗഹൃദം ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭർത്താവുമായിട്ടുള്ള ബന്ധം തുടരാൻ താല്പര്യമില്ലെന്ന്. ഇല്ല, മാള് ഒരിക്കലും അങ്ങനെ പറയില്ല. അവൾ ഒരിക്കലും അങ്ങനെ പറയില്ലെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ വിശ്വാസം. വിപി ഇതേക്കുറിച്ച് മുൻപ് സൂചിപ്പിച്ചപ്പോഴും അവൾക്ക് നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടല്ലോ എന്ന് സമാധാനിച്ചവരാ ഞാനും അശ്വതി. പക്ഷെ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് മാളു ഇപ്പൊ അപ്പുവിനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. എന്താ? അതെ, അതിന്ന് അവൾ ഞങ്ങളോട് തുറന്നു പറഞ്ഞു. പറ വിപി, ഞാനും അശ്വതി ഇതെങ്ങനെ സഹിക്കും? ഞങ്ങൾ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? മാളുവിനെ പ്രേരിപ്പിച്ച് ഈ അവസ്ഥയിൽ എത്തിച്ചതിന് കാരണം അപ്പു ആണെന്ന് പറഞ്ഞാൽ വിപിക്ക് നിഷേധിക്കാൻ പറ്റുമോ? മുരളി, താൻ എന്തൊക്കെയായി പറയുന്നത്? അപ്പു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇല്ലെന്ന് എന്താ ഉറപ്പ്? പിന്നെ ജോബിനോടൊപ്പം സന്തോഷത്തോട് ജീവിച്ച മാളു എങ്ങനെ, എന്തിന് അപ്പുവിന്റെ ഈ ബന്ധം കോട്ടിയണം? മുരളി, ഒന്ന് സമാധാനിക്കേ. ഇല്ല വിപി, തീ ചവിട്ടി നിൽക്കുന്നവനോട് സമാധാനത്തോടിരിക്കാൻ വെറുതെ പറയരുത്. ഒരു കാര്യം ഞാൻ അവസാനമായിട്ട് പറയാം. അങ്ങനൊരു ജീവിതത്തിന് മാളുവോ അപ്പോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിപി മോനോട് പോയി പറയണം. ഈ മുരളീകൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോ അതൊരിക്കലും നടക്കില്ലെന്ന്. അതിന്റെ പേരിൽ എന്റെ മോൾ ആത്മഹത്യ ചെയ്താലും ഞാനും എന്റെ ഭാര്യ അതങ്ങ് സഹിക്കും, സന്തോഷത്തോടെ. എന്നാലും നാണം കെട്ടി ജീവിക്കാൻ ഞാൻ എന്റെ മോളെ വിട്ടുതരില്ല. വിപിയോട് കൂടിയാ ഞാനിത് പറയുന്നത്, ഓർമ്മയിരിക്കട്ടെ. മുരളി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇല്ല വിപി, ഇതുവരെയുള്ള പ്രശ്നങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒതുക്കിയും ഒതുങ്ങിയവരുമോ നമ്മൾ. പക്ഷെ അത് വീണ്ടും വളർന്ന് ഇത്രയും വഷളാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിങ്ങളെയൊക്കെ വീണ്ടും സ്നേഹിച്ചതും വിശ്വാസത്തിലെടുത്തതും എന്റെ കുടുംബത്തിന്റെയും തെറ്റ്. ഇവിടെ നിർത്തുകയല്ല. താനിന്ന് നേരത്തെ എത്തിയോ? എന്തുപറ്റി നേരത്തെ ഇറങ്ങാൻ? അത് പിന്നെ വലിയ തിരക്കില്ലായിരുന്നോണ്ട് നേരത്തെ ഇറങ്ങാന്ന് വിചാരിച്ചു. ഞാൻ കോഫി എടുക്കാം. ഇപ്പൊ വേണ്ട ഗീത, കുറച്ച് കഴിയട്ടെ. അപ്പോ ഇവിടെ റൂമിലുണ്ട്. താൻ വന്നപ്പോഴും ഉണ്ടായിരുന്നോ? ഇന്നെങ്ങും പോയില്ലാന്ന് തോന്നുന്നു. എന്താ താനാകെ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. എന്റെ മുഖത്ത് നോക്കി സംസാരിക്കുക ഗീത. തനിക്കെന്തോ ടെൻഷൻ ഉണ്ടല്ലോ. തന്നെ ആരെങ്കിലും വിളിക്കോ മറ്റോ ചെയ്തോ? എന്താ ഗീത, ചോദിച്ചു കേട്ടില്ലേ? ആരെങ്കിലും തന്നെ വിളിക്കോ നേരിൽ വന്ന് കാണുകയോ ചെയ്തോന്ന്? അശ്വതി വിളിച്ചിരുന്നല്ലേ? കാര്യങ്ങളെല്ലാം അശ്വതി എന്നോട് ഡീറ്റെയിൽ ചെയ്ത് കാണുമല്ലോ അല്ലേ? മുരളി എന്നെ വന്ന് കണ്ടിരുന്നു. എല്ലാം വിസ്തരിച്ച് എന്നെ പറഞ്ഞു, പറയേണ്ടതായ രീതിയിൽ തന്നെ.
ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ ക്ലാസ്. സ്റ്റുഡൻസും സ്റ്റാഫൊക്കെ കരഘോഷത്തോടെയാണ് എന്നെ സ്വീകരിച്ചത്. 2 സെഷനിലായി 4 മണിക്കൂർ ഞാൻ ആസ്വദിച്ച് ക്ലാസ് എടുത്തു. ക്ലാസ് കഴിഞ്ഞപ്പോൾ അരവിന്ദൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത്, കഴിഞ്ഞ 1.5 വർഷത്തെ പോരായ്മ നമ്മൾ ഒറ്റ ആഴ്ച കൊണ്ട് പരിഹരിക്കുന്ന. അത് നേരാണെന്ന് എനിക്കും തോന്നി. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. മുരളി അന്വേഷിച്ചു വന്ന് കണ്ടപ്പോഴേ എനിക്കെന്തോ അപകടം മണത്തു. ഭാഗ്യത്തിന് കുട്ടികളുടെയും മറ്റുള്ളവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കാൻ മുരളിക്ക് തോന്നിയില്ല. അശ്വതിയും അങ്ങനെ തന്നെയാവും തന്നോട് സംസാരിച്ചല്ലേ? എനിക്കറിയില്ല വി പി. അശ്വതി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ചുറ്റിനും ഇരുട്ട് പരക്കുന്ന പോലെ തോന്നി എനിക്ക്. താൻ അപ്പനോട് ഇതിനെപ്പറ്റി വല്ലതും സംസാരിച്ചോ? ഇല്ല, തനിച്ച് ഈ വിഷയം അപ്പനോട് സംസാരിക്കാൻ എനിക്ക് ഭയ. വി പി വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു. സംസാരിക്കണം. സംസാരിക്കാതെ പറ്റില്ലല്ലോ. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. നല്ല ടയേർഡാണ്. മാളു, ദേ മോളിതങ്ങോട്ട് കുടിച്ചേ. മൂക്ക് വേണ്ടി മുത്തശ്ശി ഉണ്ടാക്കിയതാ. എനിക്ക് വേണ്ട. വാശി എടുക്കാതെ ഇതങ്ങ് കുടിക്കുന്നേ. നേരം കുറെ ആയില്ലേ നീ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട്? അവിടെ വച്ചേക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം. മോളെ, മുത്തശ്ശി ഒരു കാര്യം പറഞ്ഞാ മോക്ക് വിഷമാവൂ? ഇല്ല, മുത്തശ്ശി എന്തെങ്കിലും പറഞ്ഞാ ഞാനെന്തിനാ വിഷമിക്കുന്നെ? ദേ, നീ ഡെയ്സി ടീച്ചറെ ഭയപ്പെടുത്താനാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാലും അങ്ങനെ കേട്ടപ്പോഴേ ഞങ്ങൾ അങ്ങ് പേടിച്ചു പോയി കേട്ടോ. ടീച്ചറോട് വെറുതെയാണേലും മോൾ അങ്ങനെ കയറി പറയണ്ടായിരുന്നു. അതിന് ഞാൻ തമാശ പറഞ്ഞല്ലോ മുത്തശ്ശി. ഞാൻ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാ പറഞ്ഞേ. ദേ മാളു, നീ ചുമ്മാ തമാശ കളിക്കല്ലേ. ടീച്ചറെ പേടിപ്പിച്ചതുപോലെ നീ മുത്തശ്ശിയെ പേടിപ്പിക്കാന്നാണോ കരുതിയത്? പേടിക്കോ പേടിക്കാതിരിക്കോ അതൊക്കെ മുത്തശ്ശിയുടെ ഇഷ്ടം. പക്ഷെ ഞാനത് തമാശയായിട്ടല്ല മുത്തശ്ശി പറഞ്ഞത്. മാളു, മതിയാക്ക്. ഇതുവരെ നീ പറഞ്ഞത് തമാശയായിട്ട് എടുക്കാനായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടം. പക്ഷെ അല്ലെന്ന് നീ ഉറപ്പിച്ച് പറയുകയാണെങ്കിലേ അത് ശരിയാവില്ലല്ലോ. ദേ മോളെ, നിന്റെ ഇഷ്ടത്തിന് ഇതുവരെ ഞങ്ങൾ എല്ലാത്തിനും കൂട്ടുനിന്നു. കല്യാണം വേണോന്ന് പറഞ്ഞപ്പോ അതിനും, പിന്നെ ആ ബന്ധം വേണ്ടെന്ന് പറഞ്ഞപ്പോ അതിനും സമ്മതിച്ചു. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് തോന്നിയതുപോലെ ജീവിക്കാൻ നിന്നെ ഞങ്ങൾ അനുവദിക്കില്ല. എന്താ നീ ഒന്നും മിണ്ടാത്തെ? ഞാൻ പറഞ്ഞതൊക്കെ നീ കേൾക്കുന്നുണ്ടോ? മുത്തശ്ശിക്ക് പറയാനുള്ളത് മുത്തശ്ശി പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് ഞാനും പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ എന്തിനാ അതിനെക്കുറിച്ചൊരു ചർച്ച? അത് വേണ്ടെന്ന് എന്റെ അഭിപ്രായം. മാളു, എന്താ നീ ഇങ്ങനെ? ഈ വീട്ടിൽ ഇതുവരെ നീ കാരണം ഉണ്ടായ പ്രശ്നങ്ങളൊന്നും പോരാഞ്ഞിട്ടാണോ? അതുകൊണ്ടാണോ പുതിയൊരു പ്രശ്നമായിട്ട് നീ ഇറങ്ങിയിരിക്കുന്നേ? അമ്മേ, ഞാനായിട്ട് ഇവിടെ ഒരു പ്രശ്നത്തിന് നിൽക്കുന്നില്ല. ശരിയാ, ഞാനായിട്ട് തെരഞ്ഞെടുത്ത എന്റെ വിവാഹ ജീവിതത്തില് ചില പൊരുത്തക്കേടുകൾ വന്നു. അത് ഞാനായിട്ട് പരിഹരിക്കുകയും ചെയ്തല്ലോ. എന്നുവെച്ച് ഞാൻ എന്റെ ശേഷിക്കുന്ന ജീവിതം നിങ്ങളുടെയൊക്കെ മുന്നിൽ അടിയറവ് വെക്കണമെന്നാണോ? സോറി അമ്മേ, എനിക്കതിന് താല്പര്യമില്ല. എന്റെ ജീവിതം എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ എന്നെ അനുവദിക്കണം. എന്താ നിന്റെ ഇഷ്ടം? ആണാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു പെണ്ണുമായിട്ട് ഒരുമിച്ച് ജീവിക്കാന്നാണോ? ഇല്ല മാളു, ഞങ്ങളുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. എന്താ മാളു നീ ഇങ്ങനെ? നീ നിന്റെ ജീവിതത്തെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഞങ്ങളുടെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. അച്ഛൻ അന്നേരം ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ. ഇതുവരെ ഇങ്ങോട്ടൊന്നും വിളിച്ചിട്ട് കൂടിയില്ല. ഞാൻ കുറെ പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചിട്ടും ഫോണൊന്നും എടുക്കുന്നു പോലുമില്ല. ഇനി എന്ത് തീരുമാനിച്ച് ഇവിടുന്ന് പോയേക്കുന്നെന്ന് ആർക്കറിയാം? ഈശ്വരാ, എന്തൊരു വിധിയാണിത്. ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യും അമ്മേ? നീ വിഷമിക്കണ്ട, വരട്ടെ.
എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. നീ എന്താ താഴേക്ക് വരാതെ ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞത്? ഞാൻ കരുതി ഇന്നെന്റെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ ഞാൻ വരുന്നതും കാത്ത് നീ താഴെ തന്നെ ഉണ്ടാവുന്നു. കണ്ടില്ലല്ലോ, എന്തു പറ്റി? സോറി വി പി, അതിനുള്ളൊരു മൂഡിലായിരുന്നില്ല ഞാൻ. ഇന്ന് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ദിവസം വളരെ നല്ലതായിരുന്നു. ആഫ്റ്റർനൂൺ സെഷൻ കഴിയുന്നിടം വരെ സ്റ്റുഡൻസും അരവിന്ദ സാറും ഒക്കെ ഭയങ്കര ത്രിൽഡായിരുന്നു. പക്ഷേ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും മുരളി ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമയത്ത് മുരളി എന്നെ തേടി എന്തിനവിടെ വന്നു എന്നോർത്ത് ഞാൻ അതിശയിച്ചു പോയി. അവിടെ മുതൽ ഇങ്ങോട്ട് ഈ ദിവസത്തിൻ്റെ എല്ലാ സ്പിരിറ്റും എന്നിൽ നിന്ന് ചോർന്നുപോയി. ആകെ അപ്സെറ്റായിപ്പോയി ഞാൻ. എന്തിനാണ് മുരളി എന്നെ കാണാൻ വന്നതെന്ന് അപ്പോൾ അറിഞ്ഞിരിക്കില്ലോ അല്ലേ? അമ്മ അശ്വതേണ്ടി വിളിച്ചിരുന്നു. അല്ലാതെ നിന്നെ ആരും വിളിച്ചില്ലേ? ഡേയ്സേണ്ടി വിളിച്ചിരുന്നു. അമ്മ അശ്വതേണ്ടി വിളിച്ച കാര്യം അവരെന്നോട് പറഞ്ഞത്. മാള് വിളിച്ചില്ലേ നിന്നെ? ഇല്ല. അപ്പോ ടു ബി ഫ്രാങ്ക്, ഞങ്ങളെയൊക്കെ വല്ലാതെ ഞെട്ടിക്കുന്നൊരു സ്റ്റേറ്റ്മെന്റാണ് മാളുവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ നിനക്കെന്തെങ്കിലും മനസ്സറിവുണ്ടോ? എന്താ നീ ഒന്നും പറയാത്തത്? എന്റെ അറിവോടെ സമ്മതത്തോടെ അല്ല മാളു അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞ വി പി അമ്മ അത് വിശ്വസിക്കുമോ? വിശ്വസിക്കുമെങ്കിൽ ഞാൻ പറയുന്നു, മാളുവിന്റെ ആ പ്രസ്താവനയിൽ എനിക്ക് യാതൊരു മനസ്സറിവുമില്ല. പിന്നെ എങ്ങനെയാ മാളു ഇത്രയും ധൈര്യപൂർവ്വം അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച്? അതിന് ഉത്തരം പറയേണ്ടത് മാളു അല്ലേ വി പി, ഞാനല്ലല്ലോ. അപ്പോ പരസ്പരം തർക്കിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ ഇതിന്റെയൊക്കെ ഉദ്ദേശം? നിന്റെ സപ്പോർട്ടില്ലാതെ മാളു ഒരിക്കലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. വി പി, ഇനി എത്ര ആവർത്തിച്ച് ചോദിച്ചാലും എനിക്കിതേ പറയാനുള്ളൂ. മാളു എന്ത് കാരണം കൊണ്ട് ഇങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. അപ്പോ ഞാൻ നിന്നോട് ദേഷ്യപ്പെടുന്നതല്ല. അറിഞ്ഞോ അറിയാതെയോ മാളു ഇന്ന് എല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു. അതും നിന്റെ പേരും പറഞ്ഞ്. അപ്പോ തുറന്നു ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിലുള്ള ഈ റിലേഷനിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഫ്ലേവർ ഉണ്ടായിട്ടുണ്ടോ? പറ. അപ്പോ എനിക്കത് അറിയണം. നോക്ക്, നിന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും കൂടെ നിൽക്കാൻ തയ്യാറായ ഒരു അച്ഛനാണ് ഞാൻ. അതിന്റെ പേരിൽ ഒരിക്കലും പരിഹരിക്കാനാവാത്ത നഷ്ടങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാനത് അംഗീകരിക്കുന്നു. ആ നഷ്ടങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറുമാണ്. പക്ഷേ അത് നമ്മുടെ ഫാമിലിക്കുള്ള ഒതുങ്ങണം. അപ്പോ നിനക്ക് വേണ്ടി എന്ത് സഹിക്കാൻ ഞാനും ഗീതയും തയ്യാറാണ്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് നീ ഉറപ്പു തരണം. ആണായി ജീവിക്കാൻ നീ തീരുമാനിച്ചതിന്റെ പേരിൽ മറ്റൊരു കുടുംബം സങ്കടപ്പെടാനോ നശിക്കാനോ പാടില്ല. അങ്ങനെ ഉണ്ടാവില്ലെന്ന് മുരളിക്ക് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. ജീവൻ പോയാലും എനിക്ക് ആ വാക്ക് പാലിക്കണം. അതിന് നീ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിച്ചേ പറ്റൂ. ജന്മം തന്നൊരു അച്ഛന്റെ അപേക്ഷയാണ്. കൈയൊഴിയരുത് പ്ലീസ്.
എവിടെയായിരുന്നു മുരളിയേട്ട ഇതുവരെ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, എന്തൊന്ന് ഫോൺ എടുക്കാഞ്ഞേ? ഞാൻ ശ്രദ്ധിച്ചില്ല. കാറ് ബീച്ചിലിട്ടിട്ട് കുറെ ദൂരം എങ്ങോട്ടുന്നില്ലാതെ നടന്നു. ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. എന്തിനാ മുരളിയേട്ട ഇങ്ങനെ വിഷമിക്കുന്നേ? അവളെന്തോ പൊട്ടത്തരം പറഞ്ഞു എന്ന് പറഞ്ഞ് മുരളിയേട്ടൻ എന്തിനാ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നേ? അത് പൊട്ടത്തരമാണെന്നും നടക്കാൻ പാടില്ലാത്തതാണെന്നും നമുക്ക് മാത്രം തോന്നിയ പോരല്ലോ അശ്വതി. അവൾ ആരോടുള്ള വാശി തീർക്കാനാ നമ്മളെ ഇങ്ങനെ മുൾമുനെ നിർത്തുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതോ അവൾ ശരിക്കും അങ്ങനെ ഒരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, അവൾ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇല്ലെങ്കിൽ നല്ലത്. അതല്ല, അവള് സീരിയസ് ആയിട്ട് അങ്ങനെ പറഞ്ഞതെങ്കിൽ അശ്വതി, ഇവിടെ സംഭവിക്കാൻ പോകുന്ന എന്താവുന്ന എനിക്കറിയില്ല. സത്യമായിട്ട് എനിക്കറിയില്ല. അവള് കിടന്നോ? കിടന്നു. പിന്നീട് അതേക്കുറിച്ച് വല്ലതും സംസാരിച്ചോ? അമ്മയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അതൊരു വഴക്കില തീർന്നത്. തന്നെ ഗീതയൊപ്പോ ആരെങ്കിലും വിളിച്ചോ? ഗീതേച്ചി ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. വേണ്ട, നമ്മൾ ഇനി ആരെയും വിളിക്കുന്നില്ല. ആരുമായിട്ടുള്ള കോണ്ടാക്റ്റും വേണ്ട. പ്രത്യേകിച്ച് അപ്പുവായിട്ട്. മാളു അപ്പുവിനെ കാണാനോ അപ്പു മാളുവിനെ കാണാനോ ഇങ്ങോട്ട് വരാൻ പാടില്ല. കർശനമായിട്ട് നിയന്ത്രിക്കണം. നമ്മൾ കുട്ടികളെ നിയന്ത്രിച്ചു വളർത്താത്തതിന്റെ കുഴപ്പം ഇതൊക്കെ. ദേശമേ, ഇതെന്നാ ഇരിപ്പാ? നിന്റെ മനസ്സ് ഇവിടെയെങ്ങും അല്ലെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലല്ലോ. പാല് കൊടുത്ത കൈക്ക് തന്നെയല്ലേ അവള് കൊത്തിയത്. ദേ, കൂടെയുള്ള 99 എണ്ണത്തിനെ ഉപേക്ഷിച്ച് കാണാതായ ഒന്നിന്റെ പിന്നാലെ തേടി പോണമെന്ന് പള്ളിയിലും പുസ്തകത്തിലും ഒക്കെ പറയും. കേൾക്കുമ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് തോന്നുകയും ചെയ്യും. പക്ഷേ ഓടിപ്പോയ ഒന്നിനെ കൂട്ടത്തിലേക്ക് തിരിച്ചു വരാൻ മനസ്സില്ലെങ്കിലേ അതിനെ വിട്ടേച്ച് നമ്മളിങ്ങ് പോരണം. അല്ലെങ്കിലേ കൂടെയുള്ള 99 നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് പോവും. ഇപ്പൊ അതാ നിന്റെ അവസ്ഥ. ആർക്ക് വേണ്ടിയാണോ നിന്റെ മോനെ നീ മാറ്റി നിർത്തിയത്, അവളിപ്പൊ നിന്റെ കൂടെ ഇല്ല. നിന്റെ മോനും കൂടെ ഇല്ല. ഫലത്തിൽ നീ തനിച്ചായി പോയില്ലേ. ഇത്രയും നാള് ജീവിച്ചത് വെറുതെ ആയി പോയിന്ന് ആർക്കായാലും തോന്നിപ്പോവും. പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും നിന്റെ സ്വന്തം അമ്മച്ചിയുടെ സ്ഥാനത്ത് നിന്ന് പറയുകയാണെന്ന് കൂട്ടിയാൽ മതി. ഇനിയും വൈകിട്ടൊന്നുമില്ല. വാശിയും വൈരാഗ്യവും ഒക്കെ കളഞ്ഞ് നീ ജോക്കുട്ടിനെ തിരിച്ചു വിളിക്ക്. നിന്റെ ഒരു വിളിക്ക് കാത്തിരിക്കുക അവൻ. ദേ, പറ്റിപ്പോയൊരബദ്ധം തിരുത്താൻ കർത്താവായിട്ടൊരവസരം തന്നതാന്ന് വിചാരിച്ചാൽ മതി. ആ, നിനക്ക് വിളിക്കാൻ മടിയാണെങ്കിൽ ഞാൻ വിളിക്കാം. എന്നാ പറയുന്നു? വേണ്ട അമ്മച്ചി, ഞാനായിട്ട് അവനെ വിളിക്കില്ല. എനിക്ക് വേണ്ടി ആരും അത് ചെയ്യുകയും വേണ്ട. കൂടെയുള്ള ആടുകൾ മുഴുവൻ നഷ്ടപ്പെട്ടാലും കാണാതായ ഒരെണ്ണത്തിന് വേണ്ടിയാവും ഞാൻ അന്വേഷിക്കുന്നത്. അതിനെ എന്റെ നാഥൻ എനിക്ക് തിരിച്ചു തരും. എന്റെ വഴികൾ ശരിയുടേതാണെന്ന് ഉറപ്പുള്ളിടത്തോളം കാലം എന്റെ തീരുമാനം ഞാൻ മാറ്റില്ല. അത് ഡെയ്സിയുടെ മാത്രം തീരുമാനമല്ല, എന്റെ അലക്സിന്റെയും കൂടെയാ. ആ മനസ്സിനെ ഞാൻ ധിക്കരിക്കില്ല.